ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല നട്ട്സൊക്കെ വെച്ചിട്ട് നല്ലൊരു ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഞാനിവിടെ 1 kg അളവിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഇത് അരിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പ്രാവശ്യം അരിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല പോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് എല്ലാം ഒരുപോലെ ആയി കിട്ടണം. അതുവരെ നമ്മൾ നന്നായിട്ടിത് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇത്തിരി എണ്ണയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നല്ല ക്രീമി ആവുന്നത് വരെ നമ്മളിത് നല്ല പോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല പ്ലഫി ആയിട്ട് ഇതാ ഇപ്പം തന്നെ ഏകദേശം പതഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 കപ്പ് തന്നെ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു ക്രീമി ആയിട്ട് വരണം കേട്ടോ. അതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ പഞ്ചസാര ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് നല്ല പോലെ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്രീമി ആവുന്നത് വരെ ഞാൻ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓവർ ബീറ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കണേ. നമ്മൾ കുത്തി ഇളക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് സ്പീഡായിട്ട് തോന്നും. ഞാനത് വീഡിയോ സ്പീഡാക്കിയത് കൊണ്ട് മാത്രമാണ്. നമ്മൾ ചെയ്യുമ്പോൾ വളരെ പതുക്കെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതിലേക്ക് ഞാൻ ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലെടുത്ത് വെച്ച് അത് കുറേശ്ശെയായി ഈ ഫ്ലോറിൻ്റെ കൂടെ തന്നെ കുറേശ്ശെ ഒഴിച്ചിട്ട് രണ്ടും കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതാ എല്ലാം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കേക്കിൻ്റെ ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇവിടെ ഞാൻ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 150 ഡിഗ്രിയിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിന് കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ നല്ല പോലെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലത്തെ ഒരു നൂല് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തത്. ശേഷം ഞാൻ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല പോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ക്രീം എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റ്, നട്ട്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നട്ട്സും പിന്നെ ഡാർക്ക് ചോക്ലേറ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ബദാമാണ് ഇട്ടുണ്ടായത്. അത് ഞാനൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഇത്തിരി ഡാർക്ക് ചോക്ലേറ്റും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലെയറിലേക്കും ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്രീം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നട്ട്സും ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണം നമുക്ക് ഇത്തിരി മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ കേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. മിൽക്ക് മെയ്ഡിന് പകരം നമുക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ട് അതും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കേക്കിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ ബദാമും പിന്നെ ചോക്ലേറ്റ് ക്രഷ് ചെയ്തിട്ടുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവസാനത്തെ ലെയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കും ഷുഗർ സിറപ്പ് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ഇട്ടിട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും കോട്ടിങ് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കോട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഫൈനൽ കോട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ക്രീം ഇട്ടിട്ട് ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ബാക്കി കേക്ക് റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു കോട്ടിങ് മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ നമുക്കിത് ഫ്രീസറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിലായിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് കേക്ക് വെച്ച് കൊടുത്തിരുന്നേ. ശേഷം വീണ്ടും ഫൈനൽ കോട്ടിങ് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ ടോപ്പ് നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പോലെ ഫിനിഷ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ടോപ്പ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഗണാഷിൻ്റെ വീഡിയോ വേണ്ടവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് എത്തിച്ചു കൊടുക്കണേ. ഈ ഒരു കാർഡ് വെച്ചിട്ടാണ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിൻ്റെ സൈഡൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഇത് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഒരു 2-3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് പേര് വെച്ച് കൊടുക്കാനും പിന്നെ ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യാനും പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ നല്ല പോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കേക്കിൻ്റെ എല്ലാ ഭാഗവും നല്ല പോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇത് 2-3 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ നല്ലൊരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു ഡെക്കറേഷനാണ് കേട്ടോ കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് N1 എന്നുള്ള ഒരു നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലുള്ള ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കുട്ടികളുടെ പിറന്നാളാണ്. അപ്പോൾ 2 പേര് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ പേരൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് ഇതിന് കുറച്ച് നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അവർ പ്രത്യേകം പറഞ്ഞ് കുറച്ച് നട്ട്സൊക്കെ കടിക്കാൻ കിട്ടണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ട് നമ്മുടെ കേക്ക് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കേക്ക്? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നും കൂടി ഉണ്ടാവണേ. അപ്പോൾ നല്ലൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും. അപ്പോൾ അതുവരേക്കും ബൈ.